കേവയിലുമായി താങ്കൾ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. I was there, but I don't remember completely. നീ ആര് വാസ്കോടിയാമയുടെ കൊച്ചുമോനെ മലയാളത്തിൽ പറയടാ. എന്താണ് സാർ ഇത്? കേരളത്തിലെ പൊതുസമൂഹം പൊട്ടന്മാരാണോ? അതോ ഈ സ്വപ്നയ്ക്ക് മാത്രമേ ഇംഗ്ലീഷ് അറിയത്തുള്ളൂ? അത് മനസ്സിലായി, ഇപ്പൊ കണ്ടല്ലോ. എന്ത് വിഡിത്തമാണ്! ഞാൻ ഈ സ്വപ്ന സുരേഷിന്റെ ഞാനൊരു ഇന്റർവ്യൂവിന് വിളിക്കുകയാണ്. നാളെ എന്റെ മുന്നിൽ ഒരു ഇന്റർവ്യൂവിന് വരാൻ ഇവർക്ക് ധൈര്യമുണ്ടോ? അമ്മാവൻ കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നി. ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയുവാൻ സ്വപ്നയ്ക്ക് ധൈര്യമുണ്ടോ? വെറുതെ ചിരിപ്പിക്കരുത്. ആയുർ ബിജു ഒരൊറ്റ കാര്യം ഈ പറഞ്ഞത് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, നിങ്ങളുടെ നേതാവിനും നാണവും മാനവും ഉണ്ടെങ്കിൽ ഒരു വക്കീൽ നോട്ടീസെങ്കിലും അയക്ക്. എവിടെ പോയി ഒളിച്ചിരിക്കുക മാളത്തില്? മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അതുപോലെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എതിരെയാണ് ആരോപണങ്ങൾ ഉന്നയിച്ചത്. ആ ആരോപണങ്ങൾ ശരിയല്ലെങ്കിൽ ഇത് തെറ്റാണ്, നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വക്കീൽ നോട്ടീസ് അയക്കാനുള്ള ആർജവം പോലും ഇല്ലാത്ത മുഖ്യമന്ത്രിയെയാണ് നിങ്ങളെപ്പോലുള്ള ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ചാനൽ ചർച്ചകളിൽ ഇടതുമുന്നണിയുടെയും CPM-ന്റെയും പ്രതിനിധികളായിട്ട് വരുന്നവർ അവരെ കുറിച്ച് പറയുന്നുണ്ട്. അത് ആയുർ ബിജു കേട്ടുവാണല്ലോ. അവർ ചോദിക്കുക ഇത്രയേ ഉള്ളൂ, ഈ പിണറായിയെ വിശുദ്ധനാക്കുന്ന അല്ലെങ്കിൽ പുണ്യാളനാക്കുന്ന നിങ്ങളെപ്പോലുള്ള ആളുകൾ, അതായത് അവർ ക്ലിഫ് ഹൗസിൽ പോയി മുഖ്യമന്ത്രിയുമായിട്ടും കുടുംബവുമായിട്ടും കൂടിയിരുന്ന് ചർച്ച നടത്തിയതുപോലെ സംസാരിച്ചതുപോലെ ഏതെങ്കിലും ഒരാൾ, താങ്കൾ ഉൾപ്പെടെയുള്ളവർ അവിടെ പോയി സംസാരിച്ചിട്ടുണ്ടോ? അതല്ല ഉദ്ദേശം. ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആയുർ ബിജു, താങ്കൾക്ക് അവിടെ ക്ലിഫ് ഹൗസിൽ പോയി മുഖ്യമന്ത്രിയുടെ കൂടെ ഇരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ആരംഭിച്ചു ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. അനിൽ നമ്പ്യാരിനെ വെല്ലുവിളിക്കുന്നു. ഞാനും അനിൽ നമ്പ്യാരും ഈ പറയുന്ന വ്യക്തിയുമായി ഒരു ചർച്ചയ്ക്ക് താങ്കൾക്ക് തയ്യാറുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഞാനും ഈ പറയുന്ന അങ്ങനെ ചർച്ചയിലൊന്നും വന്നിരിക്കാൻ അവർക്ക് പറ്റില്ല. നിലവിലെ സാഹചര്യത്തിൽ അവർക്ക് വരാൻ പറ്റില്ല. നിങ്ങളുടെ വെല്ലുവിളിയൊക്കെ ഏറ്റെടുക്കാം. നിങ്ങളൊന്നും ചോദിക്കാൻ പോകുന്നില്ല. അഥവാ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള മറുപടി അവർ തരും. അല്ല, അവർ ചോദിച്ച ഒരു ചോദ്യം, ഇടതുമുന്നണിയുടെ പ്രതിനിധികൾ ആരെങ്കിലും അവർ ക്ലിഫ് ഹൗസിൽ പോയി ഇരുന്ന് മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്തതുപോലെ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ പോയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇരിക്കാൻ ഒരു കസേര പിണറായി തന്നിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? ഉണ്ടോ? ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. സമാധാനമായല്ലോ.